ഒരു ഡിഗ്രി പ്രോഗ്രാമിൻ്റെ ദൈർഘ്യം എന്നുള്ളത് 3 വർഷം. പുതിയ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം 4 വർഷം. 3 വർഷം കൊണ്ടോ 4 വർഷം കൊണ്ടോ ചില പ്രത്യേക പാരാമെഡിക്കൽ കോഴ്സസ് ഒക്കെ 4.5 വർഷം വരെ പോകാറുണ്ട്, ഇൻക്ലൂഡിങ് മെഡിക്കൽ കോഴ്സസ്. ആർക്കിടെക്ചർ 5 വർഷം വരെ പോകുന്നു, യുവർ അണ്ടർ ഗ്രാജുവേഷൻ ഡിഗ്രി കോഴ്സസ്. സോ ഇങ്ങനെയുള്ള ഡിഗ്രി കോഴ്സസിനെ നിങ്ങൾക്ക് എങ്ങനെ പെട്ടെന്ന് പഠിച്ചെടുക്കാം? മാർക്കറ്റിൽ പല ഓപ്ഷൻസും അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായി അവരുടെ മുൻപിൽ പല ഓപ്ഷൻസ് വരുമ്പോൾ പല കുട്ടികളും കൺഫ്യൂസ്ഡ് ആണ്. അതിൽ ചിലത് ഷോർട്ട് ടേം ഡിഗ്രികളും, വൺ സിറ്റിംഗ് ഡിഗ്രികളും, ഫാസ്റ്റ് ട്രാക്ക് ഡിഗ്രികളും, ബാക്ക് ഡേറ്റഡ് ഡിഗ്രികളും ഒക്കെയാണ് നമ്മുടെ മുൻപിൽ വരുന്ന പല ഓപ്ഷൻസുകളും. സോ ഇന്നത്തെ ദ എഡ്യൂക്കേറ്റർ എപ്പിസോഡ് ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടാണ്. റെഗുലറായിട്ടുള്ള ഒരു ഡിഗ്രിയുടെ ഡ്യൂറേഷനായ 3 മുതൽ 5 വർഷം വരെയുള്ള ആ ഒരു സമയത്തിന് പകരം ചുരുങ്ങിയ സമയത്ത് എങ്ങനെ ഡിഗ്രി ചെയ്യാൻ പറ്റും, ഏതൊക്കെ ഓപ്ഷൻസാണ് അവൈലബിൾ ആയിട്ടുള്ളത്, അതിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്, ഡിസ്അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ആരാണത് ചെയ്യേണ്ടത്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസും ചാലഞ്ചസും ഡിസ്കസ് ചെയ്യുകയാണ് ഈ എപ്പിസോഡിൽ കൂടി. എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ദ എഡ്യൂക്കേറ്റഡ് ഡെയിലി ഷോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് കൂടി സ്വാഗതം. സോ ഫ്രണ്ട്സ്, ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ ഡിഗ്രിയുടെ ദൈർഘ്യം എന്നുള്ളത് 3 മുതൽ 5 വർഷമാണ്. ഡിപ്പെൻഡിങ് അപ്പോൺ വിച്ച് ഡിഗ്രി യു ആർ ടേക്കിംഗ്, വിച്ച് കോഴ്സ് യു ആർ ടേക്കിംഗ്, അതോടൊപ്പം ഏത് ഡിസിപ്ലിനിലേക്കാണോ നിങ്ങൾ ഡിഗ്രി എടുക്കാൻ ആഗ്രഹിക്കുന്നത്. സോ ഓൾ ദീസ് ആർ അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രിയാണ്, ബാച്ചിലേഴ്സ് ഡിഗ്രി പ്രോഗ്രാമുകളാണ്. സോ എങ്ങനെ നമുക്ക് ചുരുങ്ങിയ സമയത്ത് ഡിഗ്രികളെ എടുക്കാം എന്ന ചോദ്യവുമായി ബന്ധപ്പെട്ട് 3 ഓപ്ഷൻസുകളാണ് മെയിനായിട്ടും അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ഷോർട്ട് ടേം ഡിഗ്രി, അതായത് ചുരുങ്ങിയ സമയത്ത് ടൈം ഫ്രെയിമിൽ നിങ്ങൾ നേടിയെടുക്കുന്ന ഡിഗ്രിയാണ്. മറ്റത് വൺ സിറ്റിംഗ് ഡിഗ്രിയാണ്, അതായത് മിനിമം അക്കാദമിക് ഡ്യൂറേഷനിൽ ഒരു സെമസ്റ്ററിലോ മറ്റോ നിങ്ങൾക്ക് കംപ്ലീറ്റ് സബ്ജക്റ്റും എഴുതിയെടുത്ത് പാസ്സായി വരുന്ന ഒരു ഡിഗ്രിയാണ്. പിന്നെയുള്ളത് ഫാസ്റ്റ് ട്രാക്ക് ഡിഗ്രികളാണ്. തീർച്ചയായിട്ടും ഇത് രണ്ടും ഫാസ്റ്റ് ട്രാക്ക് ഡിഗ്രിയിൽ പെടും. ഇത് കൂടാതെ വേറൊരു ഡിഗ്രി കൂടി മാർക്കറ്റിൽ അവൈലബിൾ ആണ്, അതായത് ബാക്ക് ഡേറ്റഡ് ഡിഗ്രി. അതായത് നിങ്ങൾ ഈ മാസം അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 3 വർഷം അല്ലെങ്കിൽ 4 വർഷം പിന്നോട്ടെണ്ണി ഡിഗ്രി ലഭിക്കുന്ന ഒരു ഓപ്ഷനാണ്. തുടക്കത്തിൽ തന്നെ പറയാൻ ആഗ്രഹിക്കുന്നത്, ബാക്ക് ഡേറ്റഡ് ഡിഗ്രി എമംഗ് ഓൾ ദ അതർ ഓപ്ഷൻസ് ഇസ് ദ ഇൻവാലിഡ്, ഇല്ലീഗൽ ആൻഡ് ഇമ്മോറൽ ഡിഗ്രി എന്നുള്ളതാണ്. ഇങ്ങനെ നിങ്ങൾക്ക് ആരെങ്കിലും ബാക്ക് ഡേറ്റഡ് ഡിഗ്രി ഓപ്ഷൻ ഓഫർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടത് ഈ ഡിഗ്രി എടുക്കുന്നതിൻ്റെ രീതിയും അതിൻ്റെ ഇൻറ്റൻഷനും തെറ്റാണ് എന്നുള്ളത് തന്നെയാണ്. കാരണം നിങ്ങൾ എക്സാമിനേഷൻ എഴുതുന്നില്ല, കാരണം ഓൾറെഡി നിങ്ങൾ കഴിഞ്ഞ സമയത്തെയാണ് ഇതിൽ കൂടി കടന്നു പോകുന്നത്. അതുകൂടാതെ അസൈൻമെൻറ്റ്സും പ്രൊജക്ട്സും ഒക്കെ നിങ്ങൾക്ക് ആരാണോ ഈ ഡിഗ്രി ഓഫർ ചെയ്യുന്നത് അവർ ചെയ്ത് ഓൾറെഡി കഴിഞ്ഞു എന്നൊക്കെ പറയും. അതിൽ നിന്നും ഏത് രീതിയിലുള്ള ടൈം ട്രാവലിംഗ് ആണ് നടക്കുന്നത് എന്ന കാര്യം എനിക്കിതുവരെ മനസ്സിലാക്കാൻ പറ്റില്ല. സോ ആ ഒരു ഓപ്ഷൻ ഈ ഒരു എപ്പിസോഡിൻ്റെ ഭാഗമല്ല. സോ ബാക്ക് ഡേറ്റഡ് ഡിഗ്രി ഈസ് ഇല്ലീഗൽ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. സോ ആദ്യത്തേത് കംപ്ലീറ്റിംഗ് ഡിഗ്രി ഇൻ ഷോർട്ട് ടൈം ഫ്രെയിം എന്നുള്ളതാണ്. അതായത് 3 മുതൽ 5 വർഷം വരെ എടുക്കേണ്ട, സമയമെടുത്ത് ചെയ്യേണ്ട ഡിഗ്രി 1 വർഷത്തിൽ ചെയ്തെടുക്കുന്ന ഒരു രീതിയാണ്. സോ എന്താണ് ഇവിടെ നടക്കുന്നത്? ആക്സിലറേറ്റഡ് കോഴ്സ് വർക്കാണ് നടക്കുന്നത്. അതായത് 3 വർഷം മുതൽ 5 വർഷം വരെയുള്ള സമയത്തിനനുസരിച്ചിട്ടുള്ള സെമസ്റ്ററിൻ്റെ സബ്ജക്റ്റുകളെ ക്രാം ചെയ്ത് ചുരുങ്ങിയ സമയത്ത് പഠിച്ചു തരുന്ന രീതിയാണ്. രണ്ടാമത്തേത് ക്രെഡിറ്റ് ട്രാൻസ്ഫർ ഓപ്ഷനാണ്. ക്രെഡിറ്റ് മൂല്യങ്ങളുണ്ടാകും. സോ ആ ക്രെഡിറ്റ് വെച്ചിട്ട്, അതേ ക്രെഡിറ്റിൻ്റെ വാല്യൂ വെച്ചിട്ട് നിങ്ങളുടെ ഷോർട്ട് ടേം ക്രാംഡ് അപ്പ് ആയിട്ടുള്ള ഈ ഒരു ഡിഗ്രി പ്രോഗ്രാമിനെ ആ ക്രെഡിറ്റ് വാല്യൂ ലൂസാകാതെ ഡിഗ്രി ചെയ്യാനുള്ള അവസരം നൽകുന്നു എന്നുള്ളതും ഈ ഷോർട്ട് ടേം ഡിഗ്രികളുടെ പ്രത്യേകതയാണ്. മൂന്നാമത്തത് എക്സാം ബേസ്ഡ് കംപ്ലീഷനാണ്. പൊതുവെ ഡിഗ്രി പ്രോഗ്രാം എന്നുള്ളത് നോളജ് ബേസ്ഡ് അല്ലെങ്കിൽ സ്കിൽ ബേസ്ഡ് പ്രോഗ്രാമുകളാണ്. ഡിഗ്രി പഠിച്ചാൽ നമുക്ക് നോളജ്, അറിവ് ലഭിക്കുന്നു, അതിനാവശ്യമായ, അതായത് ആ കോഴ്സിൽ അടങ്ങിയിരിക്കുന്ന സ്കില്ല് ലഭിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ നടക്കുന്നത് എക്സാമിനേഷൻ ഓറിയൻറ്റഡ് ആണ്. ചുരുങ്ങിയ സമയത്ത് ഡിഗ്രി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ സമയമെടുത്ത് പഠിക്കേണ്ട ആ ഒരു അവസരം കിട്ടാതെ എക്സാമിനേഷൻ പാസ്സായി ഡിഗ്രി ചെയ്യുന്നു എന്ന പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ അറിവുമായി ബന്ധപ്പെട്ടോ സ്കില്ലുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ നേടാൻ കഴിയാതെ പോകുന്നു. നിങ്ങളുടെ കോഴ്സ് എന്നുള്ളത് വെറും എക്സാമിനേഷനിലേക്ക് ചുരുങ്ങി പോകുന്നു എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇനി ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് ഈ രീതിയിലുള്ള ഷോർട്ട് ടേം ഡിഗ്രി കോഴ്സ് ചെയ്യുകയാണെങ്കിൽ? ഒന്ന്, ഫാസ്റ്റ് ഗ്രാജുവേഷനാണ്. അതായത് 3 മുതൽ 5 വർഷം വരെ എടുത്ത് ചെയ്യേണ്ട ഡിഗ്രി വളരെ ചുരുങ്ങിയ സമയത്ത് 1 വർഷത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് ഫാസ്റ്റ് ഡിഗ്രിയുടെ കാര്യമാണ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്. രണ്ടാമത്തത് കരിയർ അഡ്വാൻസ്മെൻ്റ് ആണ്.
അതായത് ഒരു ഡിഗ്രി പ്രോഗ്രാം ചെയ്യുമ്പോൾ 3 മുതൽ 5 വർഷം വരെ നിങ്ങളുടെ സമയത്തിൽ നിന്ന് ചിലവഴിക്കുക എന്നുള്ളത് ചെറിയ കാര്യമൊന്നുമല്ല. സോ കരിയറിലെ ബാക്കിയുള്ള കാര്യങ്ങളെ അത് ഡിലേ ചെയ്യും. സോ കരിയർ അഡ്വാൻസ്മെൻറ്റ് ചുരുങ്ങിയ സമയത്ത് നേടാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർക്ക് ഈ ഒരു ഓപ്ഷൻ ചെയ്യാവുന്നതാണ്. കാരണം അക്കാദമിക് രീതിയിൽ നിങ്ങൾക്ക് കാര്യമായി സമയം ചെലവഴിക്കേണ്ടി വരുന്നില്ല എന്നുള്ളതും ഇതിൻ്റെ ഒരു ബെനിഫിറ്റും അഡ്വാൻറ്റേജുമായി എണ്ണപ്പെടുന്നു. ഇനി മൂന്നാമത്തെ അഡ്വാൻറ്റേജ് എന്നുള്ളത് ഫ്ലെക്സിബിലിറ്റിയാണ്. നിങ്ങൾ ഓൾറെഡി വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ വേറൊരു കോഴ്സ് ചെയ്യുന്നു, അല്ലെങ്കിൽ ജീവിതത്തിലെ ബാക്കി പല കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ കോഴ്സ് പ്രത്യേകിച്ച് ഒരു ചുരുങ്ങിയ സമയത്ത് ചെയ്തെടുക്കാൻ പറ്റുക എന്നുള്ളത് വലിയൊരു അഡ്വാൻറ്റേജാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ ഫ്ലെക്സിബിലിറ്റി കൂടിയാണ് നിങ്ങൾക്ക് നൽകുന്നത്. ഇനി എന്തുകൊണ്ട് നിങ്ങൾ ഇതുപോലുള്ള ഷോർട്ട് ടേം ഡിഗ്രികൾ ചെയ്തുകൂടാ എന്നതിൻ്റെ കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാം. കാരണം അഡ്വാൻറ്റേജ് മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജ് കൂടി അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഒന്ന് വർക്ക് ലോഡാണ്. നമുക്കറിയാം ഡിഗ്രി ഏതായാലും നിങ്ങൾ പഠിച്ചാണ് എടുക്കേണ്ടത്. അല്ലാതെ നിങ്ങളുടെ കോഴ്സ് പ്രൊവൈഡറോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയോ നിങ്ങൾക്ക് വേണ്ടി എക്സാമിനേഷൻ എഴുതി തരില്ല. അങ്ങനെ തരുന്നുണ്ടെങ്കിൽ ആ ഡിഗ്രി ഈസ് ഇൻവാലിഡ്. സോ നിങ്ങൾ പഠിച്ചെടുക്കുമ്പോൾ 3 വർഷം മുതൽ 5 വർഷം വരെ പഠിച്ചെടുക്കേണ്ട കാര്യം ഒരു വർഷത്ത് നിങ്ങൾ നേടിയെടുക്കുമ്പോൾ അതിൻ്റെ വർക്ക് ലോഡ്, അതായത് പഠിച്ചെടുക്കുന്ന ആ കാര്യം എന്നുള്ളത് വളരെ ഭാരിച്ചതാണ്. സോ അത് വലിയൊരു ഡിസ്അഡ്വാൻറ്റേജാണ്. പിന്നെയുള്ളത് റെഡ്യൂസ്ഡ് ലേണിംഗ് ഡെപ്താണ്. അതായത് നിങ്ങൾ അങ്ങനെ ഒരു വർഷത്തിൽ 3 മുതൽ 5 വർഷം വരെ പഠിച്ചെടുക്കേണ്ട കാര്യം പെട്ടെന്ന് പഠിച്ചെടുക്കുമ്പോൾ ഏത് അറിവാണോ നിങ്ങൾക്ക് ഡെപ്തിൽ വേണ്ടത് അത് നിങ്ങൾക്ക് ആ ഡെപ്ത് ഇല്ലാതെ വരുന്നു എന്നുള്ളതാണ്. അതായത് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ വെച്ച് മാത്രം പഠിക്കുമ്പോൾ ടെക്സ്റ്റ് ബുക്ക് തിയറി ബേസ്ഡ് അല്ലെങ്കിൽ ആ ഒരു ചുരുങ്ങിയ സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെ അബ്സോർബ് ചെയ്യാൻ പറ്റും അത്രമാത്രമായി നിങ്ങളുടെ അറിവ് മാറിപ്പോകുന്നു എന്നുള്ളതാണ്. പിന്നെയുള്ളത് ലിമിറ്റഡ് പ്രോഗ്രാം ഓപ്ഷൻസ് ആണ്. അതായത് ഇങ്ങനെ ഷോർട്ട് ടേം കോഴ്സ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ യൂണിവേഴ്സിറ്റികൾ വളരെയധികം സബ്ജക്റ്റ് ഓപ്ഷൻസ് ഒന്നും നിങ്ങളുടെ മുൻപിൽ വെക്കില്ല. ചുരുങ്ങിയ ഓപ്ഷൻസിൽ സബ്ജക്റ്റ് കോമ്പിനേഷൻസിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഇതും വേറൊരു ഡിസ്അഡ്വാൻറ്റേജ് ആണ്. പിന്നെയുള്ളത് വാലിഡിറ്റി കൺസേൺ ആണ്. നാം നേരത്തെ മനസ്സിലാക്കിയതുപോലെ തന്നെ ഇങ്ങനെ നിങ്ങൾ ഷോർട്ട് ടേമിൽ പഠിച്ചെടുക്കുന്ന ഡിഗ്രി പ്രോഗ്രാം വാലിഡ് ആകുമോ എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. അത് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ആ യൂണിവേഴ്സിറ്റി UGCയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അംഗീകാരവും അതോടൊപ്പം നിങ്ങൾ ഏത് ജോബിലേക്കാണോ അല്ലെങ്കിൽ ഏത് ഹയർ എഡ്യൂക്കേഷനാണോ ഓപ്റ്റ് ചെയ്യുന്നത് അവരും അംഗീകരിക്കുമോ എന്ന ചോദ്യചിഹ്നവും രണ്ടും ഉൾപ്പെട്ട് വരുന്നു എന്നുള്ളതാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ രീതിയിലുള്ള സിംഗിൾ സിറ്റിംഗ് ഡിഗ്രിയിലേക്ക് വരാം. അതായത് ഷോർട്ട് ടേം ഡിഗ്രിയുടെ കാര്യം കഴിഞ്ഞു. ഇനി സിംഗിൾ സിറ്റിംഗ് ആണ്. പലയിടത്തും രണ്ടും ഒന്നായിട്ട് പറയുന്നു. ഞാൻ ഇത് പ്രത്യേകിച്ച് എടുത്തു പറയാൻ കാരണം ഇത് രണ്ട് രീതിയിലും പ്രൊമോട്ട് ചെയ്യുന്നു, മാർക്കറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. സോ സിംഗിൾ സിറ്റിങ്ങുമായി ബന്ധപ്പെട്ട് അറിയേണ്ടത്, ഒരു കുട്ടി അവർ ഓൾറെഡി പഠിച്ചു, പകുതിയിൽ എഡ്യൂക്കേഷൻ നിർത്തി, അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂ ചെയ്തു, അല്ലെങ്കിൽ ഫെയിലായി നിർത്തി എന്ന ഒരു സാഹചര്യത്തിലുള്ള കുട്ടി വീണ്ടും അവരുടെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഒരു ഓപ്ഷനാണ് സിംഗിൾ സിറ്റിംഗ് ഡിഗ്രി എന്നുള്ളത്. അതായത് ഒറ്റ ടേമിൽ കംപ്ലീറ്റ് ഡിഗ്രി സബ്ജക്ട്സും പഠിച്ചെടുക്കുന്ന രീതിയാണ്. സോ ഇതിൻ്റെ ബെനിഫിറ്റ്സായി എണ്ണാൻ പറ്റുന്നത്, ഇത് നിങ്ങൾക്ക് സെക്കൻഡ് ചാൻസ് ആണ് നൽകുന്നത്. അതായത് നിങ്ങൾക്ക് നേരത്തെ പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിൽ നിന്നും വീണ്ടും നിങ്ങൾക്ക് ഡിഗ്രി എടുക്കാൻ പറ്റും. അതേ ആ ഒരു ബേസ് വെച്ച്, ഫൗണ്ടേഷൻ വെച്ച് എന്ന സാഹചര്യമാണ് നൽകുന്നത്. രണ്ടാമത്തത് നിങ്ങളുടെ ടൈം എഫിഷ്യൻസിയാണ്. അതായത് വീണ്ടും നിങ്ങൾ ഡിഗ്രി പ്രോഗ്രാമിലേക്ക് അഡ്മിഷൻ എടുത്ത് പഠിച്ച് 3 അല്ലെങ്കിൽ 5 വർഷമോ വരുന്ന ആ സമയം നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുത്താതെ ഉള്ള സമയത്ത് നല്ല രീതിയിൽ എഫിഷ്യൻ്റായി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമാണ് സിംഗിൾ സിറ്റിംഗ് ഡിഗ്രിയിൽ കൂടി നിങ്ങൾ നേടുന്നത്. ഇനി ഇതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജ് കൂടി നമുക്ക് മനസ്സിലാക്കാം. ഹൈ പ്രഷറാണ് കുട്ടികൾക്ക് നൽകുന്നത്. അതായത് ഒറ്റ ഇരുത്തത്തിൽ അല്ലെങ്കിൽ ഒറ്റ ടേമിൽ എല്ലാ എക്സാമിനേഷൻസും എഴുതുക എന്നുള്ളത് ചില്ലറ കാര്യമല്ല. എഴുതി പാസ്സാക്കുക എന്നുള്ളത് അതിലും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ അത്രത്തോളം ഡെഡിക്കേഷൻ, ഡിറ്റർമിനേഷൻ നിങ്ങളുടെ കയ്യിലുണ്ടോ എന്നുള്ളത് ആദ്യം തന്നെ മനസ്സിലാക്കിയെടുക്കേണ്ടതാണ്. പിന്നെയുള്ളത് ലിമിറ്റഡ് അവൈലബിലിറ്റിയാണ്. അതായത് എല്ലാ യൂണിവേഴ്സിറ്റികളും ഈ ഒരു ഓപ്ഷൻ നൽകുന്നില്ല. നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണോ പഠിച്ച് നിർത്തിയത് അതേ യൂണിവേഴ്സിറ്റിയിൽ അന്വേഷിച്ചായിരിക്കണം നിങ്ങൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതല്ലാതെ അറിയാത്ത, അഡ്രസ്സ് ഇല്ലാത്ത യൂണിവേഴ്സിറ്റികൾ തേടിപ്പോകാതെ അറിയുന്ന റെപ്യൂട്ടഡ് ആയ യൂണിവേഴ്സിറ്റിയിൽ ഇതുപോലെ സിംഗിൾ സിറ്റിംഗ് ഡിഗ്രി ഉണ്ടോ എന്ന് അന്വേഷിച്ചറിയുക. പല കൂട്ടുകാരും ചോദിക്കാറുണ്ട്, ഈ യൂണിവേഴ്സിറ്റിയിൽ നൽകാറുണ്ടോ, ഏത് യൂണിവേഴ്സിറ്റിയിലാണ് സിംഗിൾ സിറ്റിംഗ് ഡിഗ്രി അനുവദിച്ചിട്ടുള്ളത് എന്നൊക്കെയുള്ള കാര്യം. തീർച്ചയായിട്ടും UGCയുടെ അപ്രൂവലോട് കൂടിയിട്ടുള്ള സിംഗിൾ സിറ്റിംഗ് ഡിഗ്രി അന്വേഷിച്ച് മനസ്സിലാക്കി കൺഫേമായിട്ട് മാത്രമേ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പാടുള്ളൂ. ആരാണ് ഈ രീതിയിലുള്ള സിംഗിൾ സിറ്റിംഗ് ഡിഗ്രി എടുക്കേണ്ടത്? ഒന്ന്, ഹൈലി മോട്ടിവേറ്റഡ് ഇൻഡിവിജ്വൽ. മനസ്സിലാക്കിയതുപോലെ തന്നെ ഇത്രയും സെമസ്റ്റേഴ്സിൻ്റെ സബ്ജക്റ്റുകൾ ഒന്നിച്ച് പഠിച്ച് പാസ്സായി എടുക്കുക എന്നുള്ളത് ചില്ലറ കാര്യമല്ല. സോ യു നീഡ് ടു ഹാവ് മോട്ടിവേഷൻ ആൻഡ് ഡിറ്റർമിനേഷൻ. രണ്ടാമത്തത്, ടൈം കൺസ്ട്രെയിൻഡ് പ്രൊഫഷണൽസ് ആണ് ഈ രീതിയിലുള്ള
കോഴ്സ് ചെയ്യേണ്ടത്. അതായത് ഇവർ പ്രൊഫഷണൽസ് ആണ്, വർക്ക് ചെയ്യുന്നുണ്ട്, അതോടൊപ്പം അവർക്ക് ഡിഗ്രിയും കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കരിയറിൽ അവർക്ക് മുന്നോട്ട് പോകാൻ, പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് കരിയർ ഷിഫ്റ്റ് ചെയ്യാൻ, സ്വിച്ച് ചെയ്യാനൊക്കെ. സോ ഇവർക്കും തീർച്ചയായിട്ടും ഈ സിംഗിൾ സിറ്റിംഗ് ഡിഗ്രി കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇനി മൂന്നാമത്തെ കൂട്ടർ എന്നുള്ളത് ഇൻഡിവിജ്വൽസ് വിത്ത് പ്രയർ നോളജ് എന്ന് പറയും. അതായത് നേരത്തെ ഏത് ഫീൽഡിലാണോ ഡിഗ്രിയാണോ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട അറിവുള്ള, പ്രൊഫഷണൽ നോളജുള്ള, എക്സ്പോഷറുള്ള, എക്സ്പെർട്ടീസുള്ള കൂട്ടുകാരാണ് ഡിഗ്രി ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ അവർക്ക് മോട്ടിവേഷൻ ഉണ്ടാകും, വർക്ക് ലോഡ് അത്ര ഫീൽ ചെയ്യില്ല, അതോടൊപ്പം അവരുടെ പ്രൊഫഷനോടൊപ്പം ഡിഗ്രി ചെയ്യാനുള്ള സാഹചര്യം അവർക്ക് എടുക്കും. മിനിമം ടൈം ഡ്യൂറേഷൻ കൂടി നിങ്ങൾക്ക് സിംഗിൾ സിറ്റിംഗ് ലഭിക്കുന്നത് തീർച്ചയായിട്ടും വലിയൊരു അഡ്വാൻറ്റേജായും നിങ്ങളൊരു ഡിസേർവിങ് കാൻഡിഡേറ്റായി മാറ്റുന്നു എന്നുള്ളതാണ്. ഇനി ഇമ്പോർട്ടൻറ്റ് കൺസിഡറേഷൻ ആണ്, ഈ സിംഗിൾ സിറ്റിംഗ് ഡിഗ്രി ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ലെജിറ്റമസി ആൻഡ് റെക്കഗ്നിഷൻ ആണ്. അതായത് നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയാണോ സിംഗിൾ സിറ്റിങ്ങുമായി ബന്ധപ്പെട്ട് അപ്രോച്ച് ചെയ്യുന്നത്, അഡ്മിഷൻ എടുക്കുന്നത്, രജിസ്റ്റർ ചെയ്യുന്നത്, അവർക്ക് UGCയുടെ അപ്രൂവൽ ഉണ്ടോ? അതല്ല ഒരു പ്രൊഫഷണൽ കോഴ്സ് ആണെങ്കിൽ ഏത് പ്രൊഫഷണൽ ബോഡിയാണോ, ഉദാഹരണത്തിന് എഞ്ചിനീയറിംഗ് ആണെങ്കിൽ AICTEയുടെ അപ്രൂവൽ ഉണ്ടോ, മെഡിക്കൽ കൗൺസിൽ MCAയുടെ അപ്രൂവൽ ഉണ്ടോ ഫോർ മെഡിക്കൽ കോഴ്സസ്. അങ്ങനെ ഏത് കോഴ്സുമായി ബന്ധപ്പെട്ടിട്ട് ഏതൊക്കെ റെഗുലേറ്ററി ബോഡി ഉണ്ടോ അവരുടെ അപ്രൂവൽ ഉണ്ടോ എന്നുള്ളതും, അതോടൊപ്പം ആ ഡിഗ്രി ചെയ്തതിന് ശേഷം, അതായത് സിംഗിൾ സിറ്റിങ്ങിൽ കൂടി ഡിഗ്രി ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഡിഗ്രി ലഭിച്ചു കഴിഞ്ഞതിന് ശേഷം അത് നിങ്ങളുടെ എംപ്ലോയി ഡിഗ്രി റെക്കഗ്നൈസ് ചെയ്യുന്നു എന്ന കാര്യവും പ്രത്യേകം മനസ്സിലാക്കിയെടുക്കേണ്ടതാണ്. രണ്ടാമത്തത് ലേണിംഗ് ഔട്ട്കംസ് ആണ്. ഏതൊരു കോഴ്സ് ചെയ്യുമ്പോഴും ലേണിംഗ് ഔട്ട്കം ഉണ്ട്. ആ കോഴ്സ് പഠിച്ചതിന് ശേഷം എന്തൊക്കെ ഔട്ട്കം ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്ന കാര്യമാണ്. സോ തീർച്ചയായിട്ടും ഇങ്ങനെ ലേണിംഗ് ഔട്ട്കംസ് അച്ചീവ് ചെയ്യുന്നു എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ് വിത്ത് റെസ്പെക്ട് ടു യുവർ സിംഗിൾ സിറ്റിംഗ്. അതായത് ഒറ്റ ടേമിൽ നിങ്ങൾ മനസ്സിലാക്കി കോഴ്സ് ചെയ്യാൻ പറ്റുന്നു എന്ന കാര്യം ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ്. എല്ലാ സബ്ജക്റ്റും ഒറ്റ സെമസ്റ്ററിൽ പഠിച്ച് പാസ്സാൽ പോലും അതുമായി ബന്ധപ്പെട്ട് എത്ര അറിവ് നിങ്ങൾ അബ്സോർബ് ചെയ്തു എന്ന കാര്യം തീർച്ചയായിട്ടും വലിയൊരു ചോദ്യചിഹ്നമാണ്. അതും നിങ്ങൾ മനസ്സിലാക്കിയെടുക്കേണ്ടതാണ്. ഇതിൻ്റെ ഒരു മെയിൻ ലിമിറ്റേഷനായി അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇനി മൂന്നാമത്തെ കാര്യം എന്നുള്ളത് പേഴ്സണൽ സ്യൂട്ടബിലിറ്റിയാണ്. അതായത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയുമായി ബന്ധപ്പെട്ട് ഇതുപോലെ കോഴ്സ് പെട്ടെന്ന് പഠിച്ചെടുക്കാനുള്ള കഴിവ്, ആ ഒരു കപ്പാസിറ്റി ഉണ്ടോ എന്ന് മനസ്സിലാക്കിയെടുക്കേണ്ടതാണ്. എല്ലാവർക്കും ലേറ്റ് നൈറ്റ് പഠിച്ച് നെക്സ്റ്റ് ഡേ എക്സാമിനേഷൻ പാസ്സാകാൻ പറ്റില്ല. പല കൂട്ടുകാർക്കും പല സമയമുണ്ട്, പല സമയ ക്രമമുണ്ട്, സമയ പരിധിയുണ്ട്. അത് മാനിച്ച് ബഹുമാനിച്ച് ഫോളോ ചെയ്താൽ മാത്രമേ അവർക്ക് ആ സബ്ജക്റ്റ് പാസ്സാകാൻ പറ്റാറുള്ളൂ. സോ അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ലിമിറ്റേഷൻ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഇതുപോലുള്ള സിംഗിൾ സിറ്റിങ്ങിലേക്കൊക്കെ നിങ്ങൾ നിങ്ങളുടെ കമ്മിറ്റ്മെൻറ്റ് കൊടുക്കാൻ പാടുള്ളൂ. നിങ്ങൾക്കിങ്ങനെ ഒറ്റ ഇരുത്തത്തിൽ ഒറ്റ ടേമിൽ എക്സാമിനേഷൻ പാസ്സാകാൻ പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും സിംഗിൾ സിറ്റിംഗ് പോലുള്ള കാര്യങ്ങളിലേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത്. സോ മൂന്നാമത്തെ ഓപ്ഷൻ എന്നുള്ളത് ഫാസ്റ്റ് ട്രാക്ക് ഡിഗ്രികളാണ്. നേരത്തെ പറഞ്ഞ 1ഉം 2ഉം ചേർന്നത് രണ്ടും ഫാസ്റ്റ് ട്രാക്ക് ഡിഗ്രിയിൽ പെടും. അതൊരു വേറൊരു ഓപ്ഷനല്ല, മറിച്ച് ഇതിന് വേറൊരു രീതിയിൽ പറയുന്ന പേരാണ്. പിന്നെയുള്ളത് നാലാമത്തെ രീതിയാണ്. ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ സമയത്ത് തന്നെ ബാക്ക് ഡേറ്റഡ് ഡിഗ്രിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു, അതിൻ്റെ ലിമിറ്റേഷനും അത് എന്തുകൊണ്ട് ചെയ്യരുത് എന്ന കാര്യവും ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ ഫ്രണ്ട്സ്, ഇതാണ് നമുക്ക് ഷോർട്ട് ടേമിൽ നിങ്ങളുടെ റെഗുലർ ഡിഗ്രി എങ്ങനെ ചെയ്തെടുക്കാം എന്ന കാര്യവുമായി ബന്ധപ്പെട്ട്. ഇനി ഏതൊക്കെ യൂണിവേഴ്സിറ്റികളാണ് നിങ്ങൾക്ക് ഈ രീതിയിലുള്ള ഷോർട്ട് ടേം ഡിഗ്രികൾ നൽകുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് നിങ്ങളുടെ ഡിഗ്രി തുടങ്ങി വെച്ചത് അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഡിസ്കസ് ചെയ്യുക. ആ യൂണിവേഴ്സിറ്റി തന്നെ നിങ്ങൾക്ക് സിംഗിൾ സിറ്റിംഗ് അല്ലെങ്കിൽ ഷോർട്ട് ടേം ഡിഗ്രികൾ അല്ലെങ്കിൽ ഫാസ്റ്റ് ട്രാക്ക് ഡിഗ്രികൾ നൽകുന്ന ഓപ്ഷൻ ഉണ്ടോ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിലേക്ക് പോകേണ്ടതായിട്ടുള്ളൂ. സോ ഫ്രണ്ട്സ്, ഇതാണ് നമുക്ക് ഇന്ന് ഈ കാര്യവുമായി ബന്ധപ്പെട്ട് ഷോർട്ട് ടേം ഡിഗ്രികളെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള ചില കാര്യം. കൂടുതൽ ചോദ്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കുക ഇൻ കമൻറ്റ് ബോക്സ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.